നമസ്കാരം. പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കുന്നങ്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. മെയിൻ ബസ് റൂട്ടാട്ടോ നമ്മൾ ഈ കാണുന്നത്. ഒരു 3 ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ട് സെൻട്രൽ ഭാഗം, അതായത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ബസ് റൂട്ടാണ്. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 250 മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്ന 1200 സ്ക്വയർ ഫീറ്റ് വീട്, 10 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന നമ്മുടെ ഇതുണ്ടോ, ഈ ചുറ്റുഭാഗമൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയാണ്. നല്ല ശാന്തമായ സ്ഥലം, നല്ല വീടുകളും ഒത്തിരി വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ടാറിങ് റോഡാണ്, പഞ്ചായത്ത് റോഡ്. അവിടെ പൈപ്പ് വെള്ളം വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാന കീറിയിട്ടുണ്ട്. അതിൻ്റെ മണ്ണാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഒക്കെ തൂർത്ത് പോയി. ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലുണ്ട്, ജലനിധിയുടെ പൈപ്പ് ഉണ്ട്, വെള്ളമുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ 2ാം പ്രാവശ്യം ഒരു മങ്ങൾ ഡാമിലെ വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. നല്ല വലുപ്പമുള്ള ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്ക് തന്നെ. കോമ്പൗണ്ടിലേക്ക് 2 ഭാഗത്തും തെങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ചുറ്റുഭാഗവും അതിർത്തി മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു. നല്ല വലുപ്പമുള്ള മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തന്നെ. മാവ്, പ്ലാവ് എന്നിങ്ങനെ വീടിൻ്റെ മുൻഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 3 വർഷം തന്നെയാണ് ഈ തെങ്ങിനും പ്രായം കാണുള്ളൂ. ഇഷ്ടംപോലെ മാങ്ങ കായ്ക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, കൊച്ചു പറഞ്ഞു ഇഷ്ടംപോലെ മാങ്ങ കായ്ക്കുന്നതാണ് ഇതിൽ നിന്ന്. വീടിൻ്റെ മുൻഭാഗത്ത് കണ്ടോ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ 2 വണ്ടിയൊക്കെ കയറ്റി നിർത്തിയാലും നനയാത്ത രീതിയിൽ തന്നെ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നു. നല്ല ഒരു വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു 10-12 പിള്ളേരിനെയൊക്കെ ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഒരു അത്രയും വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ കുഞ്ഞു LED ബൾബുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതൊക്കെ രാത്രിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനലും വാതിലെല്ലാം തേക്കിൻ്റെ ഇത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടും. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഹാളിലേക്ക് കയറാം. ഇതുണ്ടോ, വാതിലെല്ലാം പോളിഷ് വർക്കൊക്കെ ചെയ്ത് നല്ല വാതിൽ നൽകിയിരിക്കുന്നു. ഡബിൾ ഡോറാണ് വാതിൽ. നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. അപ്പം നിങ്ങൾ കൂടുതലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം. വീടിൻ്റെ വില 10 സെൻറ്റ് സ്ഥലത്തിനും 1200 സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില 35 ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു. ഇത് വലിയ കൂടുതലല്ല, ഒട്ടും കൂടുതലല്ല. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില വെച്ചിട്ട് ഇവിടെ സ്ഥലത്തിന് 1,80,000 രൂപയോളം വിലയുണ്ട്. റോഡ് സൈഡിലൊക്കെ 2-2.5 ലക്ഷം രൂപയാണ് വില വരുന്നത്. ബസ് റൂട്ടിൽ ഇവിടെ 1,80,000 വിലയുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു അർജൻറ്റ് സെയിലാണ് ഈ വീട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഹാള് കഴിഞ്ഞാൽ ഉടനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നല്ലൊരു അടുക്കള നൽകിയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു കുഞ്ഞടുക്കളയാണെങ്കിലും വളരെ മനോഹരമായിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്ത നല്ല ഒരു അടുക്കള തന്നെയാണ് കേട്ടോ. അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാട്ടോ നമ്മൾ ഈ കാണുന്നത്. ഒരു 2-3 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ വീടിന് 10 ലക്ഷം രൂപയോളം ലോൺ തന്നെ ഈ വീടിനുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തി തരുന്നതായിരിക്കും ലോണ്. ഉടമസ്ഥൻ പറഞ്ഞു 10 ലക്ഷം രൂപ ലോണുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് വരുന്നവർക്ക് 10 ലക്ഷം രൂപ വേണമെങ്കിൽ ലോണായിട്ട് നിർത്തി കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒരു വാഷ് ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നു. 1ാമത്തെ ബെഡ്റൂം. ഈ ഭവനത്തിൽ 2 ബെഡ്റൂം, അത് 2ഉം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം കേട്ടോ. നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല 2 കട്ടിൽ ഇട്ടാലും അത്രയും സ്ഥലം ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ്, ഒരു അൽമാരയൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഉണ്ടോ, ബാത്റൂം ആണെങ്കിലും നല്ല വലുപ്പമുണ്ട് കേട്ടോ. പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ എവിടെയുമാകട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ഡൈനിങ് ഹാള്, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഈ വരുന്നത്. 2 ബെഡ്റൂമും നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അത് രണ്ടും അറ്റാച്ച്ഡ് ആയിട്ട് നൽകിയിരിക്കുന്നു. എനിത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്. അതും 2 ബെഡ്റൂമും ഒരേ വലുപ്പം തന്നെയാണ്. വീടിൻ്റെ അകത്തുകൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് പോകാൻ. അവിടെ 1-2 റൂമുകൾ എടുക്കാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട്. ടെറസിൻ്റെ മുകളിൽ ഒതുക്കിയിരിക്കുന്നു. ഏത് വീടെടുത്താലും ഒന്ന് ഡ്രസ്സ് വർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൽ ആകെ ഉള്ളൊരു പോരായ്മ എന്ന് വെച്ചാൽ ആ ഡ്രസ്സ് വർക്ക് മാത്രമാണ്. അത് നമുക്ക് ആ ഡ്രസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വീടിന് നന്നായിരിക്കും. ചുറ്റുഭാഗവും ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ ആണ്. തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ട്, അതുകൂടാതെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അങ്ങനെ പലചരക്ക് കടകളുണ്ട്, എല്ലാം ഉണ്ട്. ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതായത് നമ്മൾ ഈ കാണുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കെയർ ക്ലിനിക്കാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് മെഡിക്കൽ സ്റ്റോറ്, അക്ഷയ്, ഒരു 2-3 അക്ഷയ് തന്നെയുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഇത് വില്ലേജാണ് കാണുന്നത്. അത് കൂടാതെ മിനി ശബരിമല അമ്പലം നമ്മൾ ഈ കാണുന്നു. ഇനി നമുക്ക് പള്ളി, ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ക്രിസ്ത്യൻ പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവിധ ആരാധനാലയങ്ങൾക്കും വരുന്നവർക്ക് അനുയോജ്യമാണ്. ഈ കാണുന്നത് നമുക്ക് ഒത്തിരി പേര്, അതായത് നല്ല കാറ്റും നല്ലൊരു പാടത്തിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. 2 സൈഡ് പാടം, അതിൻ്റെ നടുവിലൂടെ റോഡ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഒത്തിരി പേര് വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു 6 മുതൽ 7-7:30 വരെയൊക്കെ ആൾക്കാരിങ്ങനെ വന്ന് ഒരുപാട് പേര് വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. നല്ല കാറ്റും നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളീ കാണുന്നത്. വീടിൻ്റെ പുറകുവശമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ചുറ്റുഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം തേക്കാനുണ്ട് മതിലിൻ്റെ. അപ്പോൾ വീടിൻ്റെ ഏറ്റവും പുറകുവശം നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു അടുപ്പ് വെച്ചിട്ടിട്ട് ഒരു വിറകടുപ്പാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നു. പിന്നെ വീടിൻ്റെ പുറകിലായാലും മാവ്, പ്ലാവ്, അതുകൂടാതെ മുരിങ്ങ, 2 തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാം അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഇനിയും സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഒരു അലക്ക് കല്ലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു. 1200 സ്ക്വയർ ഫീറ്റ് വീട്, 10 സെൻറ്റ് സ്ഥലം, 35 ലക്ഷം രൂപ ചോദിക്കുന്നു. പുതിയ വീടാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.